നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 മീനമാസം 6-ാം തീയതി, അതായത് 2026 മാർച്ച് മാസം 20-ാം തീയതി ഫ്രൈഡേ, വെള്ളിയാഴ്ച. നാളെ വെള്ളിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, 10:30 മുതൽ 12 മണി വരെയുള്ള സമയം, 1.5 മണിക്കൂർ ദൈർഘ്യകാലം നാം ശുഭാശങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. നാളത്തെ സൂര്യോദയം കാലത്ത് 6:32, അസ്തമയം വൈകിട്ട് 6:32 തൃശ്ശൂരിൽ. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാകുന്നു. അമാവാസി കഴിഞ്ഞ് പ്രതിപദം, ഏറ്റവും ദോഷമുള്ള ദാരിദ്ര്യമുള്ള പ്രതിപദം കഴിഞ്ഞ് രണ്ടാമത്തെ തിഥിക്ക് നാം ദ്വിതീയ തിഥി എന്ന് പറയുന്നു. ഇവിടെ വെളുത്തപക്ഷം 5 തീയതി വരെ ചന്ദ്രൻ ദുർബലമാണ്. വെള്ളിയാഴ്ച സ്വാഭാവികമായും 2 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 കാര്യങ്ങൾ നിഷിദ്ധമാണ്. ഗർഭിണികൾ, നാൽക്കാലികൾ, അപ്രകാരം സ്ത്രീകൾ യാത്ര ചെയ്യാൻ പാടില്ലാത്ത ദിവസമാകുന്നു വെള്ളിയാഴ്ച. നാളത്തെ നക്ഷത്രം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. നാളെ രേവതി നക്ഷത്രമാകുന്നു. രേവതി എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന ഒരു നക്ഷത്രമാണ്. അത് ഉത്തരത്രയത്തിൽ പെടുന്നു. ഉത്രമത്തം ചിത്ര, ഉത്രാടം, തിരുവോണം, അവിട്ടം, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഈ 9 നക്ഷത്രങ്ങളിൽ പെടുന്ന ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നു രേവതി നക്ഷത്രം. പക്ഷേ രേവതി നക്ഷത്രത്തിന് എപ്പോഴും ഗണ്ഡാന്തമുണ്ട്. രേവതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ ആയില്യം, തൃക്കേട്ട, രേവതി, ഈ നക്ഷത്രങ്ങളിലെ അവസാനത്തെ 15 നാഴിക ഗണ്ഡാന്തമാണ്. ഈ സമയത്ത് ജനിക്കുന്ന കുട്ടിയൊക്കെ മാതൃപിതൃ കുലാന്തക, തൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും കുലത്തിന് ദോഷമുണ്ടാക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. നാളത്തെ നക്ഷത്രത്തിനും ഗണ്ഡാന്ത ദോഷം പറഞ്ഞു. അപ്രകാരം രേവതി നക്ഷത്രത്തിന് മറ്റൊരു ദോഷമുണ്ട്, നിങ്ങൾ അറിയണം. കൃത്രിക ഭാഗ്യമൂലാശ്ച മകാ ചിത്രാച രേവതി. കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം, മകം, മൂലം, ചിത്ര, രേവതി. ആദാതവ്യം ന ദാതവ്യം, വാങ്ങരുത്, കൊടുക്കരുത്. തച്ഛേഷന്തി വിനശ്യതി, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനെ ബാക്കി പോലും നശിച്ചു പോകുമെന്ന് പറയപ്പെടുന്നുണ്ട്. അതിനാൽ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് നാളത്തെ ദിനം അനുകൂലമല്ല, പ്രതികൂലം തന്നെയാണ്. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് എന്തെങ്കിലും ശുഭകരങ്ങൾ അനുഷ്ഠിക്കാനുണ്ടെങ്കിൽ നാളെ 12:30 മുതൽ 1:30 വരെയുള്ള സമയം ശുഭകരമായ സമയമായി കണക്കാക്കാം. നാളത്തെ പ്രാർത്ഥന വെള്ളിയാഴ്ചയാണ്, രേവതി നക്ഷത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ അവിടെ പാനകം, തുളസിമാല, ലക്ഷ്മി നരസിംഹ പൂജ അല്ലെങ്കിൽ സ്വയംവര അർച്ചന ചെയ്യാം. സുമംഗലികളാകാൻ പെട്ടെന്ന് യുവാവിനും യുവതിക്കും നാളെ വെള്ളിയാഴ്ച എന്ത് ചെയ്യാം? സ്വയംവര അർച്ചന ചെയ്യാം ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ. നാളത്തെ നിങ്ങളുടെ മന്ത്രം എന്താണ്? ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമഃ എന്നുമാകുന്നു. നന്ദി, നമസ്തേ.